ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2018 ഒരു ഹൊറർ അഡ്വഞ്ചർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഫെറൽ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ് ഈ ഒരു മൂവിയെ പറ്റി വേറെ ഒന്നും പറയുന്നില്ല. അതിനു മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അതൊന്നും മറക്കാതെ ചെയ്തേക്കുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ ഒരു മൂവിയുടെ തുടക്കത്തിലെ കാടിനുള്ളിലെ ഒരു വീട്, അതിനുള്ളൊരു ബേസ്മെന്റ് ഉണ്ട്. അതിനകത്താണെങ്കിൽ കട്ടിലെ അതിനകത്ത് ഒരു സ്ത്രീയെ അങ്ങനെ കെട്ടിയിട്ടേക്കുന്നു. കുറെ കഴിയുമ്പോഴത്തേക്കും ആ ഒരു സ്ത്രീ ആണെങ്കിലോ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് അലറി വിളിച്ച് കരയാൻ തുടങ്ങുന്നതും അവരുടെ രീതിയെല്ലാം പെട്ടെന്ന് മാറുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ അവരുടെ അടുത്തായിട്ട് തോക്ക് കൊണ്ടൊരാൾ നിൽക്കുന്നു. കുറെ നേരം ഈ ഒരു സ്ത്രീയെ നോക്കി നിന്നിട്ട് അവസാനം ആ ഒരു സ്ത്രീ അയാൾ ആ ഒരു തോക്ക് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുകയും ചെയ്യാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ കുറച്ച് സ്റ്റുഡൻസ് ഈ കാടിനുള്ളിലേക്ക് ട്രക്കിങ്ങിനായിട്ട് വന്നേക്കാണ്. മൊത്തം അവർ 6 പേരുണ്ട്. അവരുടെ പേരെന്താണെന്ന് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞുതരാം. ഇവരായാലും ഇപ്പോൾ ഈ ഒരു കാടിനകത്തേക്ക് വന്നിട്ട് ഏകദേശം 3 മണിക്കൂറായി. അങ്ങനെ ഇവരെല്ലാവരും ആ ഒരു കാടിനുള്ളിലൂടെ ഒരുപാട് ദൂരം നടന്നു വന്നിട്ട് ഒരു മരത്തിനടിയിലൂടെ ഇങ്ങനെ മാറി നിൽക്കുമ്പോഴത്തേക്കാണ് അതിൽ മാറ്റ് എന്ന് പറഞ്ഞെടുത്തിട്ടുണ്ട്. അവനാണ് ഈ ഒരു സ്ഥലങ്ങളെല്ലാം അറിയാവുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു മാപ്പിൽ നോക്കി ഇതേ ആ വഴിയാണെന്ന് പറഞ്ഞ് ഇവരവിടെ നിന്ന് കുറേ ദൂരം നടക്കുന്നു. അങ്ങനെ കുറേ ദൂരം നടന്നു വന്നതിന് ശേഷം ഒരു സ്ഥലത്ത് എത്തിയിട്ട് ഓക്കെ, ഇനി എന്തായാലും നമുക്ക് ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് അടുത്ത ദിവസം യാത്ര ആരംഭിച്ചാൽ മതി എന്നും പറഞ്ഞ് ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇവർ ടെന്റെല്ലാം അടിക്കാൻ തുടങ്ങാണ്. അതുപോലെ ഈ ഒരു ടെന്റ് അടിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു 3 ടെന്റ് അടിക്കുന്നുണ്ട്, കാരണം ഓരോ കപ്പിൾസിന് വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും അവിടെ ടെന്റെല്ലാം അടിച്ചിട്ട് ഓരോരുത്തരായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ തുടങ്ങാണ്. അതുമല്ല ഇനി ഇവരുടെ ഫൈനൽ എക്സാം കഴിഞ്ഞതുകൊണ്ടാണ് ഇവരിപ്പോൾ ഇങ്ങനെ ഒരു ട്രിപ്പ് ഇവിടെ നടത്തുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ രാത്രി കാണിക്കുമ്പോഴത്തേക്കും അവിടെ തീ എല്ലാം കൂട്ടിയിട്ട് എല്ലാവരും അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ഇതിൽ ജെസ്സി ആൻഡ് ജീന. ജെസ്സി ആണെങ്കിൽ ഒരു കാർഡിയോളജി പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്. ജീനയാണെങ്കിൽ പീഡിയാട്രീഷ്യൻ. അത് കഴിഞ്ഞിട്ട് മാറ്റും ബ്രെന്നിയും ഇവർ രണ്ടുപേരും മെഡിക്കൽ സ്റ്റുഡൻസ് ആണ്. ഇതിൽ ആലീസ് എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്. അവളാണെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ജൂൾസ്, അവൾ ആലീസിന്റെ ഗേൾ ഫ്രണ്ട് ആണ്. അപ്പൊ ഇവർ രണ്ടുപേരും ലെസ്ബിയൻസ് ആണ്. ഓക്കെ, ഇനിയിപ്പോൾ എല്ലാവരുടെയും പേര് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് ഓരോരുത്തരായിട്ട് കാണാതെ പോകുന്നത്. അതാരൊക്കെയാണെന്ന് നമുക്ക് എന്തായാലും നോക്കാം. അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് ഇവരെല്ലാവരും അവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് പുറകില് എന്തോ ഓരിയിടുന്ന ഒരു ശബ്ദം കേൾക്കുന്നു. അപ്പൊ ആലീസ് പറയും ഇത് നായ എന്തെങ്കിലും ആയിരിക്കും ഈ രാത്രിയിൽ കിടന്ന് കരയുന്നെന്ന് പറയുമ്പോൾ ജോൾസ് പറയും ഹേയ് ഒരിക്കലും അതായിരിക്കത്തില്ല, ചിലപ്പോൾ ഇത് കൊയോട്ടി ആയിരിക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൊയോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെന്നായെ പോലെ അതിന്റെ വംശത്തിൽപ്പെട്ട വേറെ ഏതൊരു ജീവിയാണ്. അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. കൊയോട്ടി എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യം കൂടി കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ജീന ഉണ്ടല്ലോ അവള് നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ മാറ്റ് പറയുന്നത് അല്ല, നിങ്ങളിങ്ങനെ പേടിക്കാൻ തുടങ്ങിയാൽ ഇത്രയും വലിയൊരു കാടിന് നടുവിൽ വന്നിരുന്നിട്ട് ഇതിനകത്ത് പിന്നെ കരടി കുറുക്കൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണത്തില്ലേ. ഇതുകൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ ജൂൾസും ആലീസും കൂടി ചേർന്നിട്ട് ജീനയെ പേടിപ്പിക്കാൻ വേണ്ടി അവരൊരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവളെ കളിയാക്കുന്നുണ്ട്. അപ്പൊ അവളായാലും പെട്ടെന്ന് ടെന്നിനകത്തേക്ക് കയറി പോകുമ്പോൾ ജെസ്സി പറയും ഹേയ് നിങ്ങൾ ഇത്തിരി ഓവറായിട്ടാണ് അത് സംസാരിച്ചത് എന്നും പറഞ്ഞിട്ട് അവനെ നേരെ ടെന്റിനകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ടെന്റിനകത്തേക്ക് കയറി കിടക്കുമ്പോഴത്തേക്കും നമ്മുടെ ജൂൾസ് ആലീസിനോട് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ആലീസ് ഒരു ഗേ ആണെന്നുള്ള കാര്യം ഒരിക്കലും അവളുടെ വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ പറഞ്ഞാലും അവർ അംഗീകരിക്കുകയില്ല എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതുകൊണ്ട് എന്തായാലും നമ്മുടെ ജൂൾസിനെ അവൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ മറ്റ് ടെന്റുകളിലും ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഗോസിപ്പ് പറയാൻ തുടങ്ങാണ്. എന്തായാലും ആരും നല്ലവരൊന്നുമല്ല, പരസ്പരം കുറ്റം പറയാനായിട്ട് എല്ലാവരെ കൊണ്ട് കഴിയും. അപ്പൊ ഇവിടെ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ മാറ്റും ബ്രയാനുണ്ടല്ലോ ഇവര് രണ്ടുപേരും ഒരു കുഴപ്പമില്ല. ഇതിൽ മാറ്റ് ആണെങ്കിൽ ബ്രയാനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി മോതിരെല്ലാം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതെടുത്ത് അവളെ കാണിക്കുമ്പോഴത്തേക്കും അവൾക്ക് അത്രയും സന്തോഷമായിട്ട് പെട്ടെന്ന് അവനെ ഇങ്ങനെ കിസ് ചെയ്യാണ്. രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും മാറ്റ് പറയും ശരി ഞാൻ ഒന്ന് വെളിയിൽ പോയിട്ട് വരാം എന്നും പറഞ്ഞിട്ട് അവൻ ഈ ഒരു ടെന്നിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി കുറച്ച് ദൂരെയായിട്ട് ഇങ്ങനെ പോയി നിൽക്കാണ് ഒന്ന് മൂത്രം അടിക്കാനായിട്ട്. ആ ഒരു സമയത്ത് നമ്മുടെ ബ്രെന്നി ആണെങ്കിലോ നല്ല സന്തോഷത്തിൽ ആ ടെന്നിനകത്തിരിക്കുന്നു. അങ്ങനെ നമ്മുടെ മാറ്റ് ഇവിടെ വന്ന് ആ ഒരു മരത്തിനടുത്തായിട്ട് നിൽക്കുമ്പോഴത്തേക്കും രാത്രി ആയതുകൊണ്ട് തന്നെ ഈ ഒരു കാട്ടിൽ അത്രയും നിശബ്ദത, ഒരു ചെറിയ കമ്പ് അനങ്ങിയാൽ പോലും ആ ഒരു ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിയും. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് പുറകിലൂടെ എന്തോ വരുന്നത് പോലെ മാറ്റ് ആയാലും അങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്നൊരു രൂപം കുറച്ച് ദൂരെ നിന്നും അവനെ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ ഓടി വരുന്നുണ്ട് ഒരു മൃഗത്തെ പോലെ. കുറച്ച് അടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് അതൊരു മനുഷ്യനാണ്. അതിനി മനുഷ്യനാണോ മൃഗമാണോ കറക്റ്റായിട്ട് എന്താണെന്ന് അറിയത്തില്ല. അത് പെട്ടെന്ന് തന്നെ ചാടി നമ്മുടെ മാറ്റിന്റെ ദേഹത്തേക്ക് വന്ന് വീണിട്ട് അവന് താഴേക്കിട്ട് അവന്റെ വയറ് കടിച്ച് കീറി അവൻ അവിടെ വെച്ച് കൊല്ലുന്നു. അവൻ നിലവിളിക്കുന്നുണ്ടെങ്കിലും ആ ഒരു ശബ്ദം വലിയ രീതിയിൽ കേൾക്കുന്നില്ല. ഇവർക്കാർക്കും അത് മനസ്സിലാവുന്നില്ല. അങ്ങനെ ആ ഒരു ക്രിയേച്ചർ ആണെങ്കിലേ അവനെ അവിടെ വെച്ച് കടിച്ച് കൊല്ലുമ്പോഴത്തേക്കും നമ്മുടെ ബ്രയാൻ മാറ്റ് എപ്പോഴാണ് വരുന്നതെന്ന് ആലോചിച്ചിട്ട് കുറേ നേരം ഇരിക്കുന്നു. അവൻ ഇതുവരെയും വരാത്തത് കൊണ്ട് അവളായാലും ഒരു ടോർച്ച് എടുത്ത് പതിയെ വെളിയിലേക്ക് ഇറങ്ങും. എന്നിട്ട് അവൻ പോയ ആ ഒരു മരം ഉണ്ടല്ലോ അതിനടുത്തേക്ക് അവന്റെ പേര് വിളിച്ച് കുറേ ദൂരം ചെല്ലുമ്പോഴത്തേക്കും അവിടെ രക്തമായിട്ട് ഇങ്ങനെ കിടക്കുന്നു. കുറച്ച് ദൂരെയായിട്ട് മാറ്റിനെ ആ ഒരു ജീവി തിന്നുന്നതാണ് അവൾ കാണുന്നത്. ഇതുകൂടി കാണുന്നതും ആ ഒരു ജീവി
ബ്രയാനെ കണ്ടു. അവൾ വന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അത് പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് തിരിയുമ്പോഴത്തേക്കും ഇവളാണെങ്കിൽ അലറി വിളിച്ച ആ ഒരു ടോർച്ചും താഴെയിട്ട് അവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ടം അലറി വിളിച്ചിങ്ങനെ ഓടുന്നുണ്ട്. കുറെ കഴിയുമ്പോഴത്തേക്കാണ് അവളുടെ ശബ്ദം കേൾക്കുന്നു. അപ്പോഴാണ് ഈ ഒരു ടെന്റിലുള്ള ബാക്കിയുള്ളവരുണ്ടല്ലോ അവരെല്ലാവരും ഈ ഒരു ശബ്ദം കേട്ട് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി ഇവരെ രണ്ടുപേരും അന്വേഷിക്കാൻ തുടങ്ങും. പക്ഷെ ഇപ്പോഴും ബ്രയാൻ ഇവരുടെ അടുത്തേക്ക് ഓടി വന്നിട്ടില്ല. അങ്ങനെ ഇവരായാലും ടോർച്ചെല്ലാം എടുത്തിട്ട് കുറച്ച് ദൂരെയായിട്ട് പോയി നോക്കുമ്പോൾ നമ്മുടെ ബ്രയാൻ അവിടെ കിടക്കുന്നു. അതേപോലെ തന്നെ അവളുടെ കണ്ണിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ കാട്ടിനകത്തെ ആ ഒരു ജീവി ചിലപ്പോൾ അവളെ ആക്രമിച്ചതായിരിക്കാം. അങ്ങനെ ഇവരെല്ലാവരും നമ്മുടെ ബ്രയാനെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് നേരെ ടെന്റിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പൊ ആലീസ് പറയും, ശരി ഇവിടെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ ഈ നടുക്കാട്ടിൽ അവളുടെ അപ്പൂപ്പനല്ലേ ആംബുലൻസ് കൊണ്ടുവച്ചേക്കുന്നത്. അങ്ങനെ പറയത്തില്ല, പക്ഷേ കേൾക്കുന്ന നമുക്ക് അങ്ങനെയല്ലേ തോന്നുള്ളൂ. ഓക്കെ, എന്തായാലും ഇവിടെ ടെന്റിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും അവളെ പൊക്കിയെടുത്ത് ടെന്റിനകത്തേക്ക് കൊണ്ടുവരാണ്. എന്നിട്ട് ജീന ജെസ്സിയോട് പറയും, ഓക്കെ നീ പോയിട്ട് ആലീസിന്റെ കയ്യിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് വല്ലതും ഉണ്ടോ എന്ന് നോക്ക് എന്നെല്ലാം പറയുമ്പോഴത്തേക്ക് ഇവിടെ വെളിയിൽ ഇവർക്ക് നല്ല പേടിയുണ്ട്. കാരണം ഈ ഒരു അറ്റാക്ക് ചെയ്ത ജീവി ഇനിയും പോയിട്ട് തിരിച്ചു വരുമെന്നുള്ളൊരു പേടി. അതുമല്ല ബ്രെനിക്കിപ്പോ വയ്യാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ഓരോ ടെന്റിൽ തന്നെ കിടക്കാൻ പറയും സേഫ് ആയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെന്നി നേരെ മാറ്റിന്റെ ആ ഒരു ടെന്റ് ഉണ്ടല്ലോ അവിടേക്ക് പോയിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആലീസ് ബ്രെന്നിയുടെ അടുത്ത് നിന്ന് കണ്ണു തുറക്കുന്നു. അപ്പോഴാണ് വെളിയിൽ വേറെ ആരോ ഇവരോട് സംസാരിക്കുന്നത് പോലെ. എന്താണെന്ന് അറിയാൻ വേണ്ടി വെളിയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരാൾ വന്നിട്ട് ഇവരോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇപ്പൊ അയാളുടെ പേരെന്താണെന്ന് വെച്ചാല് ടാൽബറ്റ് എന്നാണ്. അവൻ പറയുന്നത് അവന്റെ വീട് ഈ ഒരു കാടിനകത്ത് തന്നെ ഒരു ചെറിയ ക്യാബിൻ ഉണ്ട്, അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. വേറൊന്നല്ല, ഈ ഒരു എമർജൻസി അവസരങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ കഴിയുന്നത് എന്നുള്ള കാര്യം അവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പറയും, ഓക്കെ നിങ്ങളുടെ സുഹൃത്തിന് വയ്യണ്ടായെന്ന് അറിഞ്ഞു, അവളെ എന്തായാലും അവിടേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവരെല്ലാവരും കൂടി ആ ഒരു കാര്യം തീരുമാനിച്ച് നമ്മുടെ ബ്രെന്നിയെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ ഇവരെല്ലാവരും നടന്ന് പോകുമ്പോഴത്തേക്കാണ് ജെസ്സി ടാൽബറ്റിനോട് ചോദിക്കുന്നത്, അല്ല നിങ്ങളുടെ കയ്യിൽ ഫോണോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഫോണൊന്നുമില്ല, ഇവിടെ അടുത്തായിട്ട് മറ്റൊരു റേഡിയോ സ്റ്റേഷൻ ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഞാനാണെങ്കിൽ വെളിയിലുള്ള മനുഷ്യരുമായിട്ട് അങ്ങനെ ഇടപഴകാറില്ല, ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത് എന്നും പറഞ്ഞിട്ട് ഇപ്പൊ ആ ഒരു ക്യാബിനിലേക്ക് ഇവരെല്ലാവരും വന്നതിന് ശേഷം ഇവിടെ അടുത്തായിട്ട് വേറെ ഏതെങ്കിലും മനുഷ്യർ താമസിക്കുന്നുണ്ടോ ഇല്ലയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ജെസ്സി അങ്ങനെ വെളിയിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ജൂൾസും അവന്റെ പുറകെ തന്നെ പോകുന്നുണ്ട് ഇവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതേസമയം ജീനയാണെങ്കിൽ ബ്രെന്നിന്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. അതുമല്ല ബ്രെന്നിക്ക് ഇപ്പോൾ ബോധം വരുമ്പോഴത്തേക്കും അവൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ നിന്നെ ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്നേക്കാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ആലീസും ടാൽബറ്റും മാറ്റ് എന്ന് പറഞ്ഞ അവന്റെ ബോഡി കണ്ടുപിടിക്കാൻ വേണ്ടി അവിടേക്ക് വരികയാണ്. ആ ഒരു മരത്തിന് ചുവട്ടിൽ വന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. ഇതിപ്പോ എന്തായിരിക്കും എടുത്തുകൊണ്ട് പോയത് എന്നിവർക്ക് മനസ്സിലാവുന്നില്ല. അതല്ല ഒറ്റ രാത്രി കൊണ്ട് ഒരു ബോഡി എന്തായാലും എഴുന്നേറ്റ് നടന്നു പോകാനായിട്ട് പോകുന്നില്ല. ആ ഒരു കാര്യം നമ്മുടെ ആലീസിന് അറിയാം. അങ്ങനെ ആ ഒരു സംശയത്തോടെ തന്നെ ഇവരവിടെ നിന്നും തിരിച്ചു വരുന്നു. അപ്പോൾ നമ്മുടെ ജീനയാണെങ്കിലോ ഈ ഒരു ക്യാബിന് വെളിയിൽ നിന്നിട്ട് ഇവര് വരുമ്പോൾ ആലീസിനോട് പറയുന്നുണ്ട്, ആലീസ് എത്രയും പെട്ടെന്ന് അകത്തേക്ക് വന്ന് ബ്രയാനെ നോക്ക് എന്നും പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും ആ ഒരു റൂമിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ ജെസ്സിനെയും ജൂൾസിനെയും കാണിക്കുമ്പോൾ ജെസ്സി നല്ല സ്പീഡിന് നടന്നു പോവാണ്. ആലീസ് വിളിച്ചിട്ട് പോലും അവൻ നിൽക്കുന്നില്ല. അങ്ങനെ നല്ല വേഗതയിൽ നടന്ന അവസാനം ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ ആ ഒരു മരത്തിനടുത്തായിട്ട് ഒരു മുയലിനെ ആരും ഇങ്ങനെ കെട്ടിത്തൂക്കിട്ടേക്കുന്നു. ഷെടാ ഈ ഒരു കാടിനകത്ത് ഇതാരാ ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ജെസ്സി ജൂൾസിനോടൊരു കാര്യം പറയുന്നത്. സത്യം പറഞ്ഞാല് അവന് ജൂൾസിനെ ഇഷ്ടമല്ല. കാരണം വേറെ ഒന്നുമല്ല, ആലീസ് ശരിക്കും പെൺകുട്ടികളെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലെന്ന് പോലും എനിക്ക് അറിയത്തില്ല, നിന്നെല്ലാം വെറുതെയാണ് അവൾ സ്നേഹിക്കുന്നത് എന്നെല്ലാം പറയുമ്പോൾ ഇത് കേട്ട നമ്മുടെ ജൂൾസ് ആണെങ്കിലോ ജെസ്സിയെ പിടിച്ച ഒരു ഒറ്റത്തള്ള് അവൻ നേരെ വന്ന് വീഴുന്നത് ആ ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക്. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം, അവിടെ വെച്ചിരുന്ന ഒരു വലിയ കെണി അവന്റെ കാലിൽ കയറിയ പിടിയാണ്. ഇവനാണെങ്കിൽ വേദന കാരണം കരയാൻ തുടങ്ങുന്നതും ജൂൾസ് അങ്ങനെ വന്നിട്ട് അത് വലിച്ചിളകാൻ ശ്രമിക്കുന്നുണ്ട്. അവനോട് സോറി എല്ലാം പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി അത് വലിച്ചിളകാൻ ശ്രമിക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ ജൂൾസിനെ കൊണ്ട് അത് കഴിയുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. ജെസ്സി ആണെങ്കിലോ വേദന കാരണം നല്ലതുപോലെ കരയുന്നുണ്ട്. ഇവിടെ നമ്മുടെ ബ്രെയിനിന്റെ അടുത്താണെങ്കിൽ ജീനയിലിരിക്കുന്നത്. അവളോട് ബ്രെന്നി പറയുന്നുണ്ട്, ഞാൻ മരിച്ചു പോവോ, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ജീന അവളെ സമാധാനിപ്പിച്ചിട്ട് ഒരു കാരണവശാലും നിനക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ അതിന് സമ്മതിക്കത്തില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ബ്രെന്നിയുടെ മുടിയിൽ പിടിക്കുമ്പോഴത്തേക്കാണ് കുറച്ച് മുടി അവളുടെ കയ്യിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടാൽബറ്റ് ആണെങ്കിലോ ഇപ്പോൾ വെളിയിലേക്ക് നോക്കിയിട്ട് ജെനിയോടും ആലീസിനോടും പറയുന്നുണ്ട്, സൂര്യൻ അസ്തമിക്കാറായി, ഇനി എന്തായാലും ഡേഞ്ചർ ആവാൻ പോവാണ്. കാരണം നിങ്ങളുടെ രണ്ട് സുഹൃത്തുക്കൾ ഇപ്പോഴും വെളിയിലാണ്, അവർ തിരിച്ചു വന്നിട്ടില്ല. അപ്പൊ ആലീസ് ജെനിയോട് ചോദിക്കും, അല്ല ബ്രെന്നിയുടെ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആവുമെന്ന് പറയുമ്പോഴത്തേക്കും ടാൽബറ്റ് പതുങ്ങിയ ശബ്ദത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവളുടനെ മരിക്കാൻ പോവാണെന്ന് പറയുമ്പോൾ ഇത് കേട്ട ജെനി നീ എന്താ പറഞ്ഞേ ഒന്നുകൂടി പറയാൻ പറയുമ്പോൾ ഇല്ല ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്നവൻ പറയും. എന്നിട്ട് അവൻ പറയും, ഓക്കെ ഞാൻ എന്തായാലും നിൽക്കുന്നില്ല, രാത്രി ആയതുകൊണ്ട് ഉറങ്ങാനായിട്ട് പോവാണ്, നിങ്ങൾക്കുള്ള ബ്ലാങ്കറ്റ് അവിടെ വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് അവൻ റൂമിനകത്തേക്ക് കയറി പോകുമ്പോൾ ആലീസ് ജീനയോട് പറയുന്നുണ്ട്, ജീന അവനെ നമുക്ക് എന്തായാലും വിശ്വസിക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് നമ്മൾ രണ്ടുപേരിൽ ഒരാള് ഉറങ്ങാതിരിക്കണം, ഒരു ഷിഫ്റ്റ് പോലെ നമുക്ക് മാറി മാറി ഇത് ചെയ്യാം. അതേസമയം ഇവിടെ നമ്മുടെ ജൂൾസ് ആണെങ്കിലോ ജെസ്സിയോട് പറയും, ജെസ്സി ഞാൻ ആരെങ്കിലും സഹായത്തിന് വിളിച്ചിട്ട് വരാം, ഇല്ലാതെ വേറെ വഴിയില്ലെന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ ഇരുത്തി അവൾ അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഇപ്പൊ കുറെ കഴിഞ്ഞിട്ട് രാത്രിയായി, നല്ല ഇരുട്ടായി. ജെസ്സി ഇപ്പോഴും ആ ഒരു കെണിയിൽ പിടിച്ചേണ്ടിരിക്കുന്ന അവന് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. ജൂൾസ് ആണെങ്കിലോ കുറെ ദൂരം നടന്നു വന്ന അവസാനം അവൾക്ക് വഴി തെറ്റി. ഇനിയിപ്പോ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല.
അങ്ങനെ അവള് കാട്ടിന് നടുവിൽ നിൽക്കുമ്പോഴത്തേക്കാണ് അവളുടെ അടുത്തേക്ക് എന്തോ വരുന്നത് പോലെ അവൾക്ക് അപ്പോഴേ മനസ്സിലായി ഇതെന്തായാലും ആ ഒരു മൃഗമായിരിക്കും. നോക്കുമ്പോഴത്തേക്കും കുറെ ദൂരെയായിട്ട് അതിങ്ങനെ നിൽക്കുന്നു. ഇത് കാണുന്ന ജൂൾസ് പെട്ടെന്ന് ഒരു മരത്തിനടുത്തേക്ക് ഒന്നിങ്ങനെ ഒളിച്ചു നിൽക്കും. അതുപോലെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അവൾ അങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു ജീവി ഉണ്ടല്ലോ, അതിപ്പോ മനുഷ്യനാണോ ജീവിയാണെന്ന് നമുക്ക് കൺഫേം ചെയ്യാത്തത് കൊണ്ട് ജീവി തന്നെ വിളിക്കാം. കണ്ടാലും മനുഷ്യനെ പോലെയാണ് ഇരിക്കുന്നത്, എന്നാലും നമുക്ക് ജീവി തന്നെ വിളിക്കാം. എന്തായാലും അതിന്റെ പേര് നമുക്ക് ആധാറിൽ കൊടുത്ത് മാറ്റാം. നമ്മൾ കൺഫേം ആക്കി അതിനെ എന്തായാലും നമ്മൾ ജീവി എന്ന് മാത്രമേ വിളിക്കുന്നുള്ളൂ. അങ്ങനെ ഈ ഒരു ജീവി ആയാലും ഇവരുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ജൂൾസ് ഇനിയിപ്പോ എന്തായാലും അത് കാണാതിരിക്കണമല്ലോ, അതുകൊണ്ട് ഒരു വലിയ മരം അവിടെ മറിഞ്ഞു കിടപ്പുണ്ട്. അതിനടിയിലേക്ക് കയറി ഒളിച്ചിരിക്കുന്നതും അവൾ ഇത്രയും നിലനിന്ന് ആ ഒരു മരത്തിനടുത്തായിട്ട് ആ ഒരു ജീവി വന്ന് അവിടെ എല്ലാം നല്ലതുപോലെ നോക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ജൂൾസ് ആണെങ്കിലോ ശ്വാസം പോലും വിടാതെ വായെല്ലാം മൂടിയിട്ട് അങ്ങനെ ഇരിക്കുന്നതും കുറെ കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ജീവി അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പില് ജൂൾസ് അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരൊറ്റ ഓട്ടം, എവിടെയും നിൽക്കുന്നില്ല. അതേസമയം ഈ ഒരു വീടിനകത്ത് ഇവരെല്ലാവരും ഉറങ്ങി കിടക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ആലീസ് എന്തോ ഒരു കാൽ ശബ്ദം കേട്ടിട്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ ജീനയുടെ മുറിയിലേക്ക് ആരും ഒരാൾ കയറി പോകുന്നു. ഇപ്പൊ ആലീസ് ആയാലും അവിടെ ഇരിക്കുന്ന ഒരു തോക്കും എടുത്ത് പതിയെ ആ ഒരു റൂമിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അത് ടാർബറ്റാണ്. അവനിപ്പോ ഒരു സിറിഞ്ചും വെച്ചിട്ട് ജീനയുടെ കഴുത്തിൽ എന്തോ ഒരു മരുന്ന് കുത്തിവയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇവളാണെങ്കിൽ തോക്കെടുത്ത് നീട്ടിട്ട് നീ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അവൻ പറയും, ഹേയ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, ഇതൊരു ആന്റിബയോട്ടിക് മാത്രമാണ് എന്ന് പറയുമ്പോൾ ആലീസ് അത് വിശ്വസിക്കത്തില്ല. എന്നിട്ട് അവളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കാനായിട്ട് ആലീസിനെ പറയുമ്പോഴത്തേക്കും കുറെ നേരം അവ അങ്ങനെ നോക്കി നിന്നിട്ട് സോറി എനിക്കിതല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് അതെടുത്ത് അവളുടെ കഴുത്തിലേക്ക് കുത്താനായിട്ട് വരുമ്പോൾ ആലീസ് അവന്റെ ഷോൾഡറിലേക്ക് ഷൂട്ട് ചെയ്യും. അവൻ നേരെ താഴേക്കൊന്ന് വീഴുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ശബ്ദം കേട്ട് നമ്മുടെ ജീനയായാലും പെട്ടെന്ന് എഴുന്നേറ്റി ഇവര് രണ്ടുപേരും കൂടി അവന്റെ തോളിൽ ആ ഒരു ബുള്ളറ്റ് ഉണ്ടല്ലോ അതെടുത്ത് അവിടെ മരുന്നെല്ലാം വെച്ചിങ്ങനെ കെട്ടുകയാണ്. അതുപോലെ അവനിപ്പോ ബോധമുണ്ട്. ആ ഒരു സമയത്താണ് വീടിന് വെളിയിൽ എന്തോ ഒരു ശബ്ദം. ആലീസ് പറയും ജീന നീ പോയി നോക്കിയിട്ട് വരാൻ പറയുമ്പോൾ അവൾക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്. ഇല്ല എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ആലീസ് പറയും ശരി ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവളിപ്പോൾ ഡോർ തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് കുറെ ദൂരെയായിട്ട് ഈ ഒരു ജീവി അങ്ങനെ നിൽക്കുന്നു. ഇവിടെ അകത്ത് നമ്മുടെ ടാൽബറ്റ് ജീനയോട് പറയും നീ എങ്കിലും എന്നെ മനസ്സിലാക്കിയേ പറ്റൂ. നിന്റെ സുഹൃത്ത് ഇപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് കടന്നു പോകാൻ പോകുന്നത്. കാരണം അവളെ ഒരു വൈറസ് ബാധിച്ചിട്ടുണ്ട്. അത് കാരണം മനുഷ്യനല്ലാത്ത ഒരു ജീവിയായിട്ട് അവൾ മാറും. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ വിശ്വസിക്കണം. നീ ഇപ്പൊ അകത്തേക്ക് പോയിട്ട് നിന്റെ സുഹൃത്തിനെ ഷൂട്ട് ചെയ്ത് കൊല്ലാനായിട്ട് പറയുമ്പോൾ ജീന അത് കേൾക്കുന്നില്ല. ഹേയ് നിനക്ക് പറയുന്നത് മനസ്സിലാവുന്നില്ലേ, ഇനിയും സമയം ഒരുപാട് പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ജീന പെട്ടെന്ന് ദേഷ്യപ്പെട്ട് അടുത്തുള്ള ആ ഒരു ഷെൽഫിലേക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാണ്. ഈ ഒരു ഗ്യാപ്പില് ടാർബറ്റ് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി ഓടും. ജീനയ്ക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ. അവൾ അലറി വിളിക്കുമ്പോൾ ആലീസ് അകത്തേക്ക് കയറി വരുന്നതും ടാർബറ്റിനെ ഇടിക്കുന്നുണ്ട്. പക്ഷെ അവൻ വെളിയിലേക്ക് പോകുന്നതും ഇപ്പൊ ആലീസ് ആ ഒരു തോക്ക് പിടിച്ചിട്ട് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ജീന ടാർബറ്റ് പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ ആലീസിനോട് പറയുന്നത്. ആലീസ് ആണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് ഹേയ് അവന്റെ ഭ്രാന്തായിരിക്കും, അതൊന്നും നമ്മൾ കാര്യമാക്കണ്ടെന്ന് പറഞ്ഞ് രണ്ടുപേരും വീണ്ടും അകത്തേക്ക് തന്നെ വന്നിരിക്കുകയാണ്. അങ്ങനെ റൂമിനകത്തോടെ നടക്കുമ്പോഴത്തേക്കാണ് താഴെ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ചവിട്ടി നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ഡോർ ഉണ്ട്. ഇത് തുറന്നു നോക്കുമ്പോൾ ആ ഒരു ബേസ്മെന്റ് ആണ് കാണുന്നത്. അപ്പൊ ആലീസ് അതിനകത്തേക്ക് പോകാനായിട്ട് തീരുമാനിക്കും. പക്ഷെ ജീനയ്ക്കാണെങ്കിൽ ഇവിടെ വെളിയിൽ എഴുന്നിട്ട് നല്ല പേടിയുണ്ട്. അതുകൊണ്ട് അവൾ പറയും ഞാനും വരുന്നെന്നും പറഞ്ഞ് രണ്ടുപേരും നേരെ താഴേക്ക് ഇറങ്ങി ആ ഒരു ഭാഗം മുഴുവനായിട്ട് പരിശോധിക്കുമ്പോഴത്തേക്കാണ് ഒരുപാട് മരുന്നുകൾ അവിടെയുണ്ട്. അതെന്തിനുള്ളതാണെന്ന് നമുക്കറിയത്തില്ല. അതുപോലെ അവിടെയെല്ലാം ചുറ്റിനും നോക്കുമ്പോഴത്തേക്കും ഒരു ബെഡിലായിട്ട് ഈ ഒരു വിലങ്ങെല്ലാം ഇങ്ങനെ ഇട്ട് വെച്ചേക്കുന്നു. അപ്പൊ ഈ ഒരു സ്ഥലം കാണുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്, സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു സ്ത്രീയെ ഒരാൾ ഷൂട്ട് ചെയ്ത് തോന്നല്ലോ അതേ സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പൊ ഇത് കണ്ടിട്ടാണ് നമ്മുടെ ആലീസ് പറയുന്നത് ഇത് ടാർബറ്റ് ചെയ്ത പണിയായിരിക്കും. അവൻ ആരെങ്കിലും ഇവിടെ പിടിച്ചുകൊണ്ട് വന്ന് കെട്ടിയിട്ടിട്ട് എത്രയോ നാൾ വെച്ച് ഉപദ്രവിച്ചിട്ടുണ്ട്. അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് രണ്ടുപേരും അകത്ത് നിൽക്കുമ്പോഴത്തേക്കും വെളിയിൽ ഡോറിൽ ആരോ തട്ടുന്നത് പോലെ. അപ്പോഴേക്കാണ് നമ്മുടെ ജീന ഒരു കാര്യം പറയുന്നത്, അയ്യോ ഞാൻ തോക്ക് മുകളിൽ വെച്ച് മറന്നുപോയി. ഇത് കേൾക്കുന്നത് ആലീസും ജീനയും പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ജീന നേരെ ബ്രെന്നിയുടെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും ആലീസ് ആ ഒരു തോക്ക് അങ്ങനെ എടുത്ത് നേരെ ആ ഒരു ഡോറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ആരാന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും വെളിയിൽ അവളുടെ ഗേൾഫ്രണ്ട് ഉണ്ടല്ലോ ജൂൾസ്, അവളുടെ ശബ്ദം പെട്ടെന്ന് ഡോർ തുറക്കുമ്പോഴത്തേക്കും ജൂൾസ് അകത്തേക്ക് വന്നിട്ട് ജെസ്സിക്ക് സംഭവിച്ച ആ ഒരു കാര്യത്തെ പറ്റി അവളോട് പറയാണ്. അതേ സമയം തന്നെ ഇവിടെ നമ്മുടെ ജെസ്സിയെ കാണിക്കുമ്പോൾ അവൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ജീവി ഉണ്ടല്ലോ അത് പതിയെ ഇവനെ കണ്ടുപിടിച്ചിട്ട് അവന്റെ മുന്നിലേക്ക് വരും. എന്നിട്ട് അവന്റെ മുഖത്തിന്റെ അടുത്തേക്ക് വരും. ഈ ഒരു വിരക്കം കാണുമ്പോഴത്തേക്കും തന്നെ തോന്നുന്നുണ്ട് ലവ ഇവനെ പിടിച്ച് കിസ് അടിക്കുമെന്ന്. ഓക്കെ എന്തായാലും അങ്ങനെ സംഭവിക്കുന്നില്ല. പകരം നമ്മുടെ ജെസ്സി മറ്റൊരു കാര്യമാണ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ അവന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ആദ്യം കടി കൊണ്ട മാറ്റ് എന്ന് പറഞ്ഞവനുണ്ടല്ലോ അവനാണ്. പക്ഷെ അത് അറിയുന്ന താമസം അതിനു മുന്നേ തന്നെ മാറ്റ് ജൂൾസിനെ അവിടേക്ക് തള്ളിയിട്ട് അവനെ നല്ലതുപോലെ കടിക്കാൻ തുടങ്ങും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത ദിവസം ആലീസും ജൂൾസും ജെസ്സിയെ കണ്ടുപിടിക്കാൻ വേണ്ടി അവൻ കുടുങ്ങി കിടന്ന ആ ഒരു മരത്തിനടുത്തേക്ക് ചെല്ലുന്നു. ഇവിടെ നമ്മുടെ ജീനയാണെങ്കിലോ ബ്രെന്നിയുടെ അടുത്ത് തന്നെ കിടപ്പുണ്ട്. അപ്പോഴേക്കാണ് ബ്രെന്നി എഴുന്നേറ്റിട്ട് അവളുടെ പല്ലിൽ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും ഓരോ പല്ലായിട്ട് ഇങ്ങനെ ഇളകി വരികയാണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇവിടെ നമ്മുടെ ജൂൾസും ആലീസും ജെസ്സിയെ കണ്ടുപിടിച്ചു. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവന്റെ കഴുത്തിൽ മാത്രമേ കടി കൊണ്ടിട്ടുള്ളൂ. പക്ഷെ അവൻ ഇപ്പോഴും മരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും കൂടി അവനെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് നേരെ ഒരു ക്യാബിനടുത്തേക്ക് കൊണ്ടുവരാണ്. അങ്ങനെ കുറെ ദൂരം വന്ന് ഇവർ രണ്ടുപേരും ക്ഷീണിച്ച് ഒരിടത്തിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവനെ എടുത്ത് ഒരു വിധത്തിൽ ഈ ഒരു വീട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ നമ്മുടെ ബ്രെന്നിയെ കൂടി നോക്കുമ്പോഴത്തേക്കാണ് അവളുടെ ശരീരം ഒരുപാട് മാറ്റമുണ്ട്. അപ്പൊ ഇവർക്ക് മനസ്സിലായി എന്തെങ്കിലും ഒരു വൈറസ് ഇവരുടെ ശരീരത്തിൽ കയറിയിട്ട്
പതിയെ പതിയെ അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ രണ്ടുപേരെ എത്രയും പെടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് സീരിയസ് ആവുന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഇവർക്ക് പെട്ടെന്ന് ഈ ഒരു കാര്യം ചെയ്യാൻ കഴിയത്തില്ലല്ലോ, കാടിന് നടുവിലായിപ്പോയി. അതുമല്ല ഇപ്പോൾ രാത്രി കൂടി ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അടുത്ത ദിവസം എന്തായാലും പോവാം എന്നുള്ള കാര്യം തീരുമാനിച്ചിട്ട് ഇവർ ഷിഫ്റ്റ് ബേസിൽ കാവലിരിക്കാൻ തീരുമാനിക്കുകയാണ്. ഇപ്പോൾ ജീനയാണെങ്കിൽ നേരെ അവന്റെ ബോയ് ഫ്രണ്ടിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനോടൊപ്പം കിടക്കും. നമ്മുടെ ജെസ്സി ഉണ്ടല്ലോ അവന്റെ അടുത്ത്. ആലീസ് ആണെങ്കിൽ ബ്രെയിനെ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ജൂൾസ് അടുത്തേക്ക് വന്ന് അവളുടെ ഇതും തോക്ക് വാങ്ങിയിട്ട്, ആലീസ് നീ ഒരുപാട് നേരമായില്ല ഇങ്ങനെ ഇരിക്കുന്നു, എന്തായാലും നീ പോയി റെസ്റ്റ് എടുക്ക്, ഞാനിവിടെ ഇരുന്നോളാം, പേടിക്കണ്ടെന്നും പറഞ്ഞിട്ട് നമ്മുടെ ജൂൾസ് ആ ഒരു തോക്ക് പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ബാക്കി എല്ലാവരും നല്ല ഉറക്കമായി. ഉറങ്ങൂല എന്ന് പറഞ്ഞ് ഡയലോഗടി മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ജൂൾസും കൂർക്കം വലിച്ച് നല്ല ഉറക്കം. അങ്ങനെ നല്ല രാത്രിയാകുമ്പോഴത്തേക്കും ആരോ ഒരാൾ ഈ ഒരു ഡോർ തുറക്കുന്ന ശബ്ദം കേൾക്കുന്നു. പക്ഷെ ഈ ഒരു ശബ്ദം ആരും ഇവരാരും കേൾക്കുന്നില്ല. അങ്ങനെ പതിയെ ആ ഒരാൾ അടുത്തേക്ക് വന്നിട്ട് നമ്മുടെ ജൂൾസിന്റെ കയ്യിൽ നിന്നും ആ ഒരു തോക്ക് പതിയെ അങ്ങനെ എടുത്ത്, ഇപ്പോഴും അവൾ അറിയുന്നില്ല, എന്നിട്ട് നേരെ ആലീസിന്റെ തലയിലേക്ക് കൊണ്ടുവയ്ക്കും. ആ ഒരു സമയത്ത് ഇവിടെ റൂമിനകത്താണെങ്കിലോ ജെസ്സി ഉണ്ടല്ലോ അവൻ പെട്ടെന്ന് കണ്ണുറന്ന് എഴുന്നേൽക്കുന്നു. ഇവിടെ ആലീസിന്റെ അടുത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് അത് വേറെ ആരുമല്ല, വെളിയിലേക്ക് പോയ ടാൽബറ്റാണ്. അവനിപ്പോ ആലീസിന്റെ തലയിൽ തോക്ക് വെച്ചിട്ട്, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കത്തില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് എനിക്ക് വേറെ വഴിയില്ല, ഇപ്പോൾ നിങ്ങളുടെ 2 സുഹൃത്തിനെ കൊന്നേ പറ്റൂ എന്നും പറഞ്ഞിട്ട് അവനങ്ങനെ നിൽക്കുന്നതും നമ്മുടെ ജൂൾസും ഈ ഒരു ശബ്ദം കേട്ട് പതിയെ എഴുന്നേറ്റ് ടാർബറ്റ് കാണാതെ അവൾ പതിയെ കിച്ചണിലേക്ക് പോവാണ്. എന്നിട്ട് ഒരു കത്തി എടുത്ത് അവന്റെ പുറകിൽ വന്ന് നിൽക്കും. ഇവിടെ മുറിക്കകത്ത് കാണിക്കുമ്പോഴത്തേക്കും ജീന പതിയെ കണ്ണുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് ജെസ്സിയെ അടുത്തെവിടെയും കാണുന്നില്ല. അതുമല്ല അവന്റെ പല്ല് മുടി ഇതെല്ലാം ഒരു ബെഡിൽ കിടക്കുന്നു. അവളായാലും ഇവിടെ പോയെന്നും പറഞ്ഞിട്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ ഒരു റൂം നല്ല ഇരുട്ടാണ്. നോക്കുമ്പോഴത്തേക്കും അവിടെയുള്ള ഒരു മേശപ്പുറത്ത് ജെസ്സി ആ ഒരു ജീവിയായിട്ട് മാറിയിട്ട് അവൻ അങ്ങനെ അവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഓടി വരുന്നതും അവൾ അലറിക്കുന്ന ആ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ ഒരു ശബ്ദം കേട്ട് നമ്മുടെ ടാർബറ്റ് അവനിപ്പോ അങ്ങോട്ട് ശ്രദ്ധിക്കുമ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മുടെ ആലീസ് പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്നും ആ ഒരു തോക്ക് പിടിച്ചു വാങ്ങുന്നു. എന്നിട്ട് ഇവർ രണ്ടുപേരും ആ ഒരു തോക്ക് പിടിച്ചു വാങ്ങാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജൂൾസ് പുറകിലൂടെ വന്ന ആ ഒരു കത്തി കൊണ്ട് ടാർബറ്റിന്റെ ഒരു ഒറ്റ കുത്ത്. ചേട്ടാ ഈ ഒരു 2 മണ്ടി പെണ്ണുങ്ങളും കൂടി എന്താണ് കാണിക്കുന്നത് നമുക്കറിയത്തില്ല. ഒരുത്തം വന്ന് സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞിട്ടും ഇതൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ആലീസ് പെട്ടെന്ന് ജീനയുടെ ആ ഒരു മുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ജെസ്സി അവളെ കടിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. പക്ഷേ ആലീസിനെ കാണുമ്പോഴത്തേക്കും അവനല്ല ഒരു ജീവി ജനാലയെ തകർത്ത് വെളിയിലേക്ക് പോവാണ്. ആലീസ് ആയാലും വെളിയിലേക്ക് നോക്കിയിട്ട് നല്ലതുപോലെ ഷൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നുപോലും കൊള്ളുന്നില്ല. അത് കഴിഞ്ഞ് നമ്മുടെ ജൂൾസ് ടാർബറ്റിനെ പിടിച്ചവിടെ കിടത്തിയിട്ട് ഇപ്പൊ തോക്കെടുത്ത് അവന്റെ നേർക്ക് ചൂണ്ടിയിട്ടാണ് ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമ്പോൾ ഓക്കെ ഇപ്പോഴെങ്കിലും ഇതിനൊക്കെ വിവരം വന്നല്ലോ. അപ്പോഴാണ് ടാൽബറ്റ് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നത്. സത്യത്തില് ഇവരെ ആദ്യമായിട്ട് അറ്റാക്ക് ചെയ്ത നമ്മുടെ മാറ്റിനെ അറ്റാക്ക് ചെയ്ത ആ ഒരു ജീവി ഉണ്ടല്ലോ അത് ടാൽബറ്റിന്റെ മകനാണ്. കാരണം അവൻ ഈ ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് വരുന്ന സമയത്ത് ഈ ഒരു വൈറസ് ബാധിച്ച ഒരു പയ്യനെ ഇവൻ കണ്ടുപിടിച്ചു. പക്ഷെ ആ ഒരു പയ്യനെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തെങ്കിലും അവൻ ആ ഒരു വൈറസിന്റെ പിടിയിൽ നിന്നും ഭേദമായില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പയ്യൻ എങ്ങനെയോ രക്ഷപ്പെട്ട് ഇവിടെ നിന്ന് വെളിയിലേക്ക് പോയി. അത് കഴിഞ്ഞ് ആ ഒരു വൈറസ് അവനെ കൊണ്ട് മറ്റുള്ളവരിലേക്ക് പകരാൻ തുടങ്ങി. അങ്ങനെ ഈ ഒരു വൈറസ് പലരിലേക്കും പടർന്ന് അവസാനം ഇവന്റെ മകനെ ബാധിച്ചു. അത് കഴിഞ്ഞ് ഇവന്റെ ഭാര്യ, അത് കഴിഞ്ഞിട്ട് ബെൻ എന്ന് പറഞ്ഞ ഒരാള് ഈ ഒരു സ്ഥലത്തേക്ക് ഫാമിലി ട്രിപ്പ് വന്നു. അതിലുള്ള അയാളുടെ ഭാര്യ, അമ്മ, മകള് ഇവരെല്ലാവരെയും അറ്റാക്ക് ചെയ്തു. അപ്പൊ ആ ഒരു സ്ത്രീയെ ഇവർക്കെല്ലാവർക്കും ഈ ഒരു മാറ്റം സംഭവിക്കുന്നതെല്ലാം നമ്മുടെ ടാൽബറ്റ് അടുത്ത് നിന്ന് തന്നെ കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വൈറസിനെ പറ്റി അവന് നല്ലതുപോലെ അറിയാവുന്നത്. അപ്പൊ അതിൽ പെട്ടൊരു സ്ത്രീയാണ് സ്റ്റാർട്ടിംഗ് സീനിൽ വെടിവെച്ച് കൊല്ലുന്നത്. അത് ചെയ്യുന്നത് വേറെ ആരുമല്ല നമ്മുടെ ടാൽബറ്റ് തന്നെയാണ്. കാരണം ഇതിന് വേറെ വഴിയില്ല, അവരെ കൊന്നേ പറ്റൂ. അപ്പൊ ആലിസ് ചോദിക്കും അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും വേറെ വഴിയില്ല, അവരെ ഷൂട്ട് ചെയ്ത് കൊന്നേ പറ്റൂ. അപ്പൊ ഇവര് പറയുന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ജീന കേട്ടിട്ട് അവള് പെട്ടെന്ന് പേടിക്കാൻ തുടങ്ങുമ്പോൾ സത്യം പറയില്ല വീണ്ടും ഇവര് മന്ദബുദ്ധികളാവുകയാണ്. കാരണം ജീന പറയുന്നത് കേട്ടിട്ട് ഇപ്പോൾ നമ്മുടെ ടാൽബറ്റിനെ ഇവർ ആ ഒരു ബേസ്മെന്റിൽ അടയ്ക്കാനായിട്ട് കൊണ്ടുപോകും. എന്നിട്ട് അവിടെയുള്ള ആ ഒരു പടിയുണ്ടല്ലോ അവിടെ ഒരു വിലങ്ങിട്ട് അവൻ അവിടെ കെട്ടി നിർത്തിയേക്കും. അപ്പോഴായാലും നമ്മുടെ ടാൽബറ്റ് പറയുന്നുണ്ട് പ്ലീസ് നിങ്ങൾ ഈ ഒരു കാര്യം ഒരിക്കലും ചെയ്യരുത്, കാരണം ആ ഒരു ജീവികള് വീണ്ടും ആഹാരത്തിന് വേണ്ടി തിരിച്ചിവിടേക്ക് തന്നെ വരും എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഇവരത് കേൾക്കുന്നില്ല. അങ്ങനെ ഇവരായാലും ആ ഒരു ഡോർ അടച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ ബ്രെന്നിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഇവർക്ക് മനസ്സിലായി നമ്മുടെ ടാർബറ്റ് പറഞ്ഞതുപോലെ തന്നെ അവളും പതിയെ മാറുന്നുണ്ട്. അവളുടെ ശരീരം കാണുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലാവും. അപ്പൊ ഇത് കണ്ട ജൂൾസ് ആണെങ്കിലോ ആലീസുമായിട്ട് വഴക്കുണ്ടാകും. അയാൾ പറഞ്ഞതുപോലെ ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും ആലീസ് പറയും നമ്മുടെ സുഹൃത്തിനെ ഒരിക്കലും നമുക്ക് വിട്ടുപോകാൻ കഴിയുന്നില്ല, അവളെ എങ്ങനെയും രക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ബ്രെന്നിയെ പതിയെ ആ ഒരു ബേസ്മെന്റിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവളെ ആ ഒരു ബെഡിൽ കെട്ടിയിടാണ്. അതല്ല അതിന് സഹായത്തിനായിട്ട് ടാൽബറ്റിനെ ഇവർ വിളിക്കുന്നുണ്ട്. എന്തായാലും നല്ല കാര്യം. അങ്ങനെ അവളെ പിടിച്ച് അവിടെ കെട്ടിയിടുന്ന സമയത്താണ് അവൾ കൈകൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടെല്ലാം പിടിച്ചിട്ട് അവസാനം ജീനയുടെ മുഖത്ത് ഒരൊറ്റ കീറല്. അപ്പൊ ഇത് കണ്ട് നമ്മുടെ ആലീസ് പറയും ജൂൾസ് നീ മുകളിലേക്ക് പോയിട്ട് അത്യാവശ്യം മരുന്നുകളൊക്കെ എടുത്തുകൊണ്ട് വാ എന്ന് പറയുമ്പോൾ ജൂൾസ് നേരെ മുകളിലേക്ക് വന്ന് മരുന്നുകളൊക്കെ താഴേക്ക് എടുത്തുകൊണ്ട് വരികയാണ്. ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു വീടിന്റെ വിളിയിൽ ആ ഒരു ജീവികളിൽ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. അതും ഈ ഒരു വീടിന് അടുത്തായിട്ട് നിന്ന് തന്നെ. പക്ഷെ ഇവരത് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ മരുന്നും എടുത്ത് ഇവർ താഴേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ജീനയ്ക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റി അവളും പതിയെ മാറാൻ തുടങ്ങുന്നുണ്ട്. കാരണം അവളുടെ മുഖത്തെ മാറ്റി നോക്കുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതുമല്ല ടാൽബറ്റിനെ ഇവർ വീണ്ടും കെട്ടിയിട്ടേക്കാണ്. അവന്റെ കെട്ടാണെങ്കിലും നല്ലതുപോലെ കെട്ടിയിട്ടില്ല. അവൻ അങ്ങനെ ഇരുന്നിട്ട് ഇപ്പൊ അവനെ നോക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ഡോർ ഉണ്ടല്ലോ
അതിലാരെ പിടിച്ച് തുറക്കാൻ ശ്രമിക്കുന്നത് പോലെ നഖമെല്ലാം വെച്ചിട്ട് നല്ലതുപോലെ അള്ളുമല്ലോ. ആ ഒരു സൗണ്ട് എല്ലാം നല്ലതുപോലെ കേൾക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ടാൽബറ്റ് പറയുന്നുണ്ട് ഇതാ ഒരു ജീവികളാണ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആലീസ് ആ ഒരു തോക്ക് കൊടുത്ത് നേരെ മുകളിലേക്ക് പോകും. എന്നിട്ട് ഓരോ റൂമുകളായിട്ട് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. അങ്ങനെ അവൾ മുൻവശത്തെ ആ ഒരു ഡോറിനടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു ഹോളുണ്ട്. അതുവഴി വെളിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് കണ്ണ് വെച്ച് തന്നെ നോക്കുന്നത്. പെട്ടെന്നൊരു വായ വന്ന് അവളെ കണ്ണ് കടിക്കാൻ നോക്കും. ഇതെന്തോടെ ഗുലാബ് ജാമോ ഒറ്റയടിയൊക്കെ കടിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ഇത് മനസ്സിലാക്കി നമ്മുടെ ആലീസ് ഇപ്പൊ തരാം നിനക്ക് ഗുലാബ് ജാമു എന്ന് പറഞ്ഞ് ആ ഒരു തോക്കെടുത്ത് വെളിയിലേക്ക് വെച്ച് അവന്റെ വായിലേക്ക് തന്നെ ഷൂട്ട് ചെയ്ത് കൊടുക്കും. ആ ഒരു ജീവി അവിടെ വെച്ച് തീർന്നു. അതേസമയം ഇവിടെ താഴെയാണെങ്കിലോ നമ്മുടെ ടാൽബറ്റ് ജീനയെ നോക്കുമ്പോൾ തന്നെ അവന് മനസ്സിലായി അവൾ മാറുന്നുണ്ടെന്ന്. അതുകൊണ്ട് ജൂൾസിനോട് പറയും ആ ഒരു മരുന്നെടുത്ത് അവളുടെ ദേഹത്ത് കുത്താനായിട്ട് പറയുമ്പോൾ അവൾ ആദ്യം അത് കേൾക്കത്തില്ല. അവൾ വിചാരിക്കും അവളെ പറ്റിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുമായിരിക്കുമെന്ന്. പക്ഷെ പിന്നീട് അവൾ ആ ഒരു മരുന്ന് സിറിഞ്ചിലേക്ക് കയറ്റുമ്പോഴത്തേക്കും ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ടാൽബറ്റ് അവന്റെ കയ്യിൽ ആ ഒരു കെട്ടുണ്ടല്ലോ അത് പതിയങ്ങ് അഴിക്കും. എന്നിട്ട് അവൻ പെട്ടെന്ന് തന്നെ ജൂൾസിന്റെ അടുത്തേക്ക് നടന്നു വന്ന് അവളുടെ കയ്യിൽ ആ ഒരു സിറിഞ്ച് എടുത്ത് അവളുടെ കഴുത്തിലേക്ക് തന്നെ ഒരു ഒറ്റ കുത്ത്. അതുകൊണ്ട് അവൾ ബോധമില്ലാതെ അവൾ താഴെ വീഴുന്നതും. ഇവിടെ മുകളിൽ നമ്മുടെ ആലീസ് ഉണ്ടല്ലോ അവളിപ്പോൾ ഡോറ് തുറന്ന് വെളിയിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് അത് വേറെ ആരുമല്ല ജെസ്സി ആയിരുന്നു. അവനാണല്ലോ നേരത്തെ ആ ഒരു ജീവിയായിട്ട് വെളിയിലേക്ക് പോയത്. അങ്ങനെ അവളായാലും വെളിയിൽ നല്ലതുപോലെ നോക്കി വീണ്ടും റൂമിനകത്തേക്ക് വന്നിട്ട് എല്ലാ റൂമും പരിശോധിച്ചു എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴത്തേക്കും പുറകില് അടുത്തൊരു ജീവി അത് വേറെ ആരുമല്ല മാറ്റാണ്. ഇപ്പോൾ മാറ്റ് അങ്ങനെ അവളെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നതും അവൾ അതിനെ ഷൂട്ട് ചെയ്യാൻ വരുന്നുണ്ട്. പക്ഷേ ആ ഒരു ജീവി ഇപ്പോൾ ജസ്റ്റ് മിസ് അവിടെ നിന്ന് ഓടി ഒളിച്ചിട്ട് വീണ്ടും അവളുടെ പുറകെ തന്നെ വരികയാണ് കറങ്ങി. പക്ഷെ ഇത്തവണ നമ്മുടെ ആലീസ് അതിനെ വെറുതെ വിടത്തില്ല. വായിൽ നോക്കി തന്നെ ഷൂട്ട് ചെയ്ത് ആ ഒരു ജീവിയെ കൊന്ന് അവളിപ്പോ ആ ഒരു ബേസ്മെന്റിലേക്ക് ഇറങ്ങി വരും. തോക്കുകൊണ്ട് താഴേക്ക് നടന്നു വരുമ്പോഴത്തേക്കാണ് ടാൽബറ്റ് ഉണ്ടല്ലോ അവൻ ആ ഒരു പടിക്കെട്ടിൽ നിന്നും അവളുടെ കാലിൽ പിടിച്ചിട്ട് ഒറ്റ വലി അവൾ നേരെ താഴേക്ക് വന്ന് വീണിട്ട് അവളുടെ ബോധം പോകുന്നതും ടാൽബറ്റ് ഇപ്പൊ ആ ഒരു തോക്കും എടുത്ത് നേരെ മുകളിലേക്ക് പോകും. ആ ഒരു സമയത്ത് ജീന പതിയെ കണ്ടുറക്കുന്നുണ്ട്. കാരണം അവളിപ്പോ പൂർണ്ണമായിട്ടും ആ ഒരു ജീവിയായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ടാൽബറ്റ് ആണെങ്കിലോ മുകളിലേക്ക് വന്ന് ആ ഒരു ഭാഗം അങ്ങ് ലോക്ക് ചെയ്യും. ഇപ്പൊ എല്ലാവരും താഴെ കിടക്കാണ്. പക്ഷെ ഇത്ര ചെയ്തിട്ടും ഒരു കാര്യമില്ല. കാരണം അവന്റെ പുറകെ തന്നെ അടുത്തൊരു ജീവി നിൽക്കുന്നു. സത്യത്തിൽ ഈ ഒരു ജീവി അത് അവന്റെ സ്വന്തം മകനാണ്. അങ്ങനെ വന്ന് നമ്മുടെ ടാൽബറ്റിനെ കടിച്ച് അവിടെ വെച്ച് കൊല്ലുകയും ചെയ്യാണ്. അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് നമ്മുടെ ആലീസ് കണ്ണുറക്കുമ്പോഴത്തേക്കാണ് ജീന ഉണ്ടല്ലോ അവൾ ആ ഒരു ജീവിയായിട്ട് മാറിയിട്ട് ഇപ്പോ ജൂൾസിനെ നക്കിയെല്ലാം ഇങ്ങനെ നോക്കുന്നു. ഇനി രുചിയുണ്ടോ എന്ന് നോക്കുവാണെന്ന് അറിയത്തില്ല. ആ ഒരു സമയത്ത് ഇത് കണ്ട് നമ്മുടെ ആലീസ് അങ്ങനെ ഒരു ബാറ്റ് എടുത്ത് ജൂൾസിന്റെ തലയിലേക്ക് 2-3 അടി അവളെ അടിച്ചങ്ങ് കൊല്ലും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജൂൾസ് കണ്ണു തുറക്കുമ്പോഴത്തേക്കും ആലീസ് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ഇപ്പോൾ ഈ ഒരു ബേസ്മെന്റിലായി പോയി. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല, ഇതിനകത്ത് ആ ഒരു ജീവികളില്ല എന്നും പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ബ്രെന്നി ഉണ്ടല്ലോ കെട്ടിയിട്ടേക്കുന്ന അവള് പെട്ടെന്ന് അലറി വിളിക്കാൻ തുടങ്ങുന്നു. കാരണം അവളും ആ ഒരു ജീവിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇവരാണെങ്കിലോ നേരെ ആ ഒരു മരുന്ന് കൊണ്ടുവന്ന് അവളുടെ കഴുത്തിലേക്ക് കുത്തും. പക്ഷേ ഒരു കാര്യമില്ല, സമയം കഴിഞ്ഞുപോയി. അതേസമയം തന്നെ മുകളിലെ ഈ ഒരു ബേസ്മെന്റിലെ ഡോർ തുറക്കാൻ വേണ്ടി വേറൊരു ജീവി മുകളിൽ കിടന്നിട്ട് ഇങ്ങനെ അള്ളുന്നുണ്ട്. ഇതുകൂടിയാകുമ്പോൾ നമ്മുടെ ആലീസ് ജൂൾസിനോട് പറയും, ജൂൾസ് ഞാൻ എന്തായാലും അതകത്തേക്ക് വരികയാണെങ്കിലേ അതിന്റെ ശ്രദ്ധ ഞാൻ തെറ്റിക്കും. ആ ഒരു സമയത്ത് നീ തിരിഞ്ഞു പോലും നോക്കാതെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഓടണം എന്ന് ജൂൾസിനോട് പറയുന്നതും ഓക്കെ അതുപോലെ തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആ ഒരു ജീവിയായാലും ഇതെല്ലാം വലിച്ചു വലിയൊരു ഹോളിട്ട് ഇതും തകർന്ന ആ ഒരു സ്റ്റെപ്പിലൂടെ നേരെ താഴേക്ക് വന്ന് വീഴും. ആ ഒരു സമയത്ത് നമ്മുടെ ആലീസ് ആ ഒരു ബാറ്റും കൊണ്ട് അതിന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി. ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ജൂൾസ് ആണെങ്കിലോ നേരെ വെളിയിലേക്ക് ഓടുകയാണ്. അങ്ങനെ ആലീസ് ആണെങ്കിലോ ഇവിടെ താഴെ ആ ഒരു ജീവി അടിച്ച് താഴേക്ക് ഇട്ടിട്ട് അവള് നേരെ മുകളിലേക്ക് കയറി വന്ന് ആ ഒരു തോക്കെടുക്കുന്ന സമയത്ത് തന്നെ ഇത് വീണ്ടും മുകളിലേക്ക് കയറി വരുമ്പോൾ അവൾ ഒരു വിധത്തിൽ ആ ഒരു തോക്ക് പിടിച്ച് അതിനെയും തലയിലേക്ക് ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. പക്ഷെ അവൾ ഇപ്പോഴും ജയിച്ചിട്ടില്ല. കാരണം വെളിയിൽ നല്ലൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. നമ്മുടെ ജൂൾസ് അലറി വിളിച്ചിങ്ങനെ ഓടുന്നു. വേറൊന്നുമല്ല, അവളുടെ പുറകെ വേറൊരു ജീവി അവളെ അറ്റാക്ക് ചെയ്യാനായിട്ട് പുറകെ തന്നെ വരുന്നുണ്ട്. ഇത് കണ്ട നമ്മുടെ ആലീസ് ആണെങ്കിലോ തോക്കും കൊണ്ട് പുറകെ തന്നെ പോയിട്ട് ഒരിടത്ത് നിന്ന് എയിം ചെയ്ത് ആ ഒരു ജീവിയെ ഷൂട്ട് ചെയ്ത് താഴേക്കിടും. എന്നിട്ട് ആലീസ് നേരെ ഓടി ജൂൾസിന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ഒരു കാര്യം, വേറൊന്നുമല്ല, ഈ ഒരു ജീവി മരിക്കുന്നതിന് മുന്നേ ഇവൾ അറ്റാക്ക് ചെയ്തിരുന്നു. ഇവളുടെ വയറ് നല്ലതുപോലെ മുറിഞ്ഞിട്ടുണ്ട്. ഇത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ ആലീസിന് അത്രയും വിഷമം. കാരണം അവളുടെ ഗേൾഫ്രണ്ടും കൂടിയാണ്. രണ്ടുപേർക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോഴത്തേക്ക് ജൂൾസ് പറയുന്നുണ്ട്, ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതുപോലൊരു സോംബിയായിട്ട് മാറും. അതെന്തായാലും നടന്നുകൂടാ. അതുകൊണ്ട് എന്നെ എത്രയും പെട്ടെന്ന് ഇത് നിന്ന് രക്ഷപ്പെടുത്തണം. എനിക്ക് ഒരു വേദന സഹിക്കാൻ കഴിയുന്നില്ല. നീ എന്നെ കൊല്ലണമെന്ന് പറയുമ്പോൾ ആലീസ് അത് കേൾക്കത്തില്ല. അപ്പോൾ ജൂൾസ് പറയും, ശരി അങ്ങനെയാണെങ്കിൽ ആ ഒരു തോക്കുങ്ങതാ, ഞാനെങ്കിൽ അത് ചെയ്യാന്നും പറഞ്ഞ് ഇപ്പൊ ആ ഒരു തോക്കെടുത്ത് നമ്മുടെ ജൂൾസിന്റെ കയ്യിൽ കൊടുത്തിട്ട് ആലീസ് അവിടെ നിന്ന് നടന്നു പോവാണ്. അങ്ങനെ കുറെ ദൂരം നടന്ന് ചെല്ലുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് പുറകിലെ ഫയറിംഗ് ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ജൂൾസ് സ്വയം ഷൂട്ട് ചെയ്ത് മരിച്ചു. അങ്ങനെ ആലീസ് അവിടെ നിന്നും പതിയെ കരഞ്ഞ് ടൗണിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്നതും ഇവിടെ ആ ഒരു ക്യാബിനകത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് ബ്രെന്നി ഉണ്ടല്ലോ അവൾ ഇപ്പോഴും മരിച്ചിട്ടില്ല. അവൾ അങ്ങനെ കണ്ണുറന്ന് അലറി വിളിക്കുമ്പോഴത്തേക്കും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. പോകുമ്പോഴത്തേക്ക് ആ ഒരു ബാക്കിയുള്ള ഒന്നിനെങ്കിലും കൊന്നിട്ട് പോയിക്കൂടെ, വെറുതെ കാണുന്ന നമ്മളെ കൂടി ടെൻഷൻ അടിപ്പിക്കാനായിട്ട്. ഓക്കെ, എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ഈ ഒരു മൂവി എത്രത്തോളം ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.